ഹലോ, മരിയം വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കുടിക്കോ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിലേക്കാണ്. തേക്കടിയിലുള്ള ടൈഗർ റിസർവെയറാണിത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 925 കിലോമീറ്ററിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വനമേഖലയാണിത്. അപ്പം ഇതിൽ നമുക്കൊരു 45 കിലോമീറ്റർ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ പോകാനായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ ചെന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 7:45 ഫസ്റ്റ് ട്രക്കിങ്. അപ്പം ഞാൻ എടുത്തത് നമ്മുടെ നേച്ചർ വോക്ക് എന്ന് പറയുന്നൊരു ട്രക്കിംഗ് എടുത്തത്. അതിനകത്ത് നേച്ചർ വോക്കുണ്ട്, ഗ്രീൻ വോക്കുണ്ട്, പല സംഭവങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് ചൂസ് ചെയ്യാം. അത് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നേച്ചർ വോക്കിൻ്റെ റേറ്റ് വരുന്നത് 1600 അപ്പോൾ 1600 രൂപയ്ക്ക് 4 പേർക്ക് പോകാം. അപ്പോൾ നിങ്ങൾ 4 പേരില്ലെങ്കിലും നിങ്ങൾ നേരത്തെ ചെന്ന് ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ അവിടെ ഇവരുടെ തന്നെ പെരിയാർ റിസർവെയറിൻ്റെ വണ്ടികളുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അടുത്ത 2 പേരും കൂടെ കിട്ടുന്നവരെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കണക്ട് ചെയ്ത് കയറ്റി വിട്ടോളും. ഒരാൾക്ക് ഏതാണ്ട് 400 രൂപ റേറ്റിലാണ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ട്രക്കിംഗ് തുടങ്ങുന്നത് 7:45 അപ്പം ഇതൊരു 1-2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരുന്ന ടൈപ്പിലുള്ള ട്രക്കിങ്ങാണ്. അപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് 5 മണി വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ട്രക്കിംഗ് ഉണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ ലക്കുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ അധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാം നമ്മുടെ കാലാവസ്ഥയും ഓരോ ദിവസത്തെയൊക്കെ സ്വാധീനിച്ചിരിക്കും. നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാതെ അവിടെ ചെന്നിട്ട് അവരുടെ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ എൻക്വയറി കൗണ്ടർ എന്ന് പറഞ്ഞ് എൻക്വയറി ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ടാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ഈ ഞാവലില്ലേ, ഇത് കാട്ട് ഞാവലത്. ഈ മരം ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും? ഇത് 10-200 വർഷം പഴക്കമുള്ളതാണ്. നമ്മൾ നാട്ടിൽ മേടിക്കുന്ന ബഡ് എടുത്ത് നാച്ചുറലായിട്ട് വർഷമായിട്ട് പഴക്കുന്ന സീസൺ കഴിഞ്ഞു. അല്ല, ഇതൊക്കെ കുറെ വർഷം എടുത്താലല്ലേ ഇത് വലിയ മരം. കാണുന്നത് ഭയങ്കര പാടാണ്. അതിന് ഈ വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു പ്ലാവുണ്ട്, ചക്ക പോലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കോരേരിയക്കകത്ത് കൂടുതൽ മരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ കാണത്തുള്ളൂ. ഇവിടെ അല്പമായിട്ട് കാണാൻ പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കോവളത്ത് കണ്ടിട്ട് കരിമുറങ്ങ്, അതിപ്പോൾ അവിടെ വെള്ളക്കിറങ്ങ്, അങ്ങനെ മലയുണ്ട്. ഇത് ഇവിടുത്തെ ട്രൈബ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പണ്ട് നേരത്തെ റോപ്പ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കയറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തു. ഇപ്പം ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് വേറെ മരത്തിൽ ടൈറ്റ് ചെയ്ത് ഇതുവഴി ഇത് കയറി പോകുമായിരുന്നു. ഇപ്പോഴല്ല കയറും പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടായത്. അന്നത്തെ കാലഘട്ടത്തിൽ കയറൊന്നുമില്ല. അന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെയിൻ ഉപകരണം ഇതായിരുന്നു.
കാട്ടുമഞ്ഞൾ മറ്റു മഞ്ഞളല്ല, മെഡിസിൻ വാല്യൂ കൂടി. ഈ പേരെന്താണ് ഇത്ര അധികം വന്നേക്കുന്നത്? ഈ പേര ഇങ്ങനെ വളർന്നു വന്നത് ഈ കിളികൾ വഴിയാണ്. ഈ കിളികൾ കഴിച്ചിട്ട് കാഷ്ടിച്ച് അങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ആവുന്ന നമ്മൾ ഇനി കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കത്തില്ലേ, മരങ്ങളൊക്കെ വളരുന്ന പോലെ ഇങ്ങനെ ഫുഡ് ചെയിൻ പോലെ ഇങ്ങനെ ഓരോരുത്തർ സർക്കിൾ ചെയ്ത് അങ്ങനെ വരുന്നതാണ്. അതായത് ആ കാട്ടിലുള്ള ആവശ്യക്കുള്ള ഫുഡ് അവിടെയുള്ള മൃഗങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പം പുലികളെയൊക്കെ കണ്ടാൽ തന്നെ പുലികൾ കടിക്കില്ല, നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം പുലികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുണ്ട്. അതായത് ഇപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കാട്ടുപോത്തിനായിരിക്കും കിട്ടുന്നത്. ഒരു കാട്ടുപോത്തുണ്ടെങ്കിൽ ഒരാഴ്ച ഈ കടുവയ്ക്കൊക്കെ തിന്നാനുള്ളതാണ്. അത് പയ്യെ അവിടെ ഇരുന്ന് അത് ഒരാഴ്ച എടുത്ത് അത് ഭക്ഷിച്ച് അതങ്ങനെ അടുത്ത ഇരേനെ പിടിക്കാനായിട്ട് പോകും. അതുകൊണ്ട് മനുഷ്യരെ കണ്ടാൽ തന്നെ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. നമ്മൾ അവിടെ നിന്നാൽ മതി. അപ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ സൈഡിൽ കൂടെ അങ്ങ് മാറി നടന്നു പൊക്കോളും. നമ്മൾ അതിനെ ഉപദ്രവിക്കാത്തടത്തോളം അത് നമ്മളെ ഉപദ്രവിക്കാൻ വരത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒത്തിരി ട്രൈബ്സ് ഇതിൻ്റെ അകത്ത് അവരുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് മീൻ പിടിക്കാനും വിറക് ശേഖരിക്കാനും തേൻ എടുക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ട്രൈബ് തേനെടുക്കാൻ പോയപ്പം ഒരു കരടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കരടി അതിൻ്റെ കണ്ണ് പൊട്ടിച്ചെന്നാണ് പറഞ്ഞത്, അടിച്ചു പൊട്ടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ കരടീനെ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ കരടിക്ക് മനുഷ്യരുടെ കണ്ണിലെ തിളക്കം ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മളെ കണ്ണിന് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന്. അപ്പോൾ ആ കണ്ണിൽ ആ ഒരു ഗ്ലിറ്ററിങ് കാണുമ്പോഴത്തേനും കരടി കണ്ണ് ആദ്യം അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ പുള്ളിക്ക് ഇപ്പോൾ ഒരു കണ്ണ് വെള്ളമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു. അപ്പോഴത്തേനും ആന ഉണ്ടെന്ന് 2 ട്രൈബ്സ് നമ്മളോട് പറഞ്ഞു. അപ്പോഴത്തേനും സാറ് നമ്മളൊരു 200 മീറ്റർ മാറ്റി നിർത്തിയിട്ട് പുള്ളി പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി നോക്കിയിട്ട് വന്നിട്ട് നമ്മളെ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ പോരേന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ചെന്നാണ്. കാരണം അവിടെ നമുക്ക് അധികം നോയ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സംസാരിക്കുന്ന ചെറിയ നോയ്സ് പോലും അത് മൃഗങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മാറിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പം ആനയ്ക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്ററിൻ്റെ അകത്ത് അത്ര ഡിസ്റ്റൻസിൽ അതിന് ചെറിയൊരു അനക്കം പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത കേൾവിശക്തിയുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് കണ്ടേക്കുന്നത് ഒരു കുഞ്ഞുള്ള ആനയാണ്. അപ്പോൾ കുഞ്ഞുള്ള ആനകളെ സംബന്ധിച്ച് അവർ ഭയങ്കര പേടിയായിരിക്കും അവർക്ക്. അപ്പം അവർ ഭയങ്കര ഈ കുഞ്ഞിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കും. നമ്മൾ മനുഷ്യ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ 10-15 വർഷത്തോളം ഈ കുഞ്ഞുങ്ങളെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്താണ് വളർത്തുന്നത്. അതുപോലെ കെയർ ചെയ്താണ് വളർത്തുന്നത്. അത് ഈ കുഞ്ഞാനകളുടെ തൊലികൾക്ക് കട്ടിയില്ല. അപ്പം ഒരു പുലി വന്ന് കടിച്ചാലും അതിൻ്റെ പല്ലിറങ്ങും. അപ്പോൾ പല്ലിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും. വലിയ ആനകളുടെ തൊലികൾക്ക് കട്ടിയുണ്ട്. അപ്പോൾ അതുങ്ങളെ കടിക്കാൻ പറ്റത്തില്ല. എങ്ങനെ വന്നാലും പല്ലിറങ്ങത്തില്ല. അപ്പോൾ അതുവരെ ഈ ആന പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആന കുഞ്ഞിനെ കിടത്തി ഉറക്കും. ഇത് ചെറിയ സ്നാപ്പ് ചെറിയ 10 മിനിറ്റൊക്കെ നിന്നുറങ്ങത്തേ ഉള്ളൂ. ഇത് കിടന്നും ഉറങ്ങത്തില്ല പെണ്ണാനകൾ. അപ്പോൾ അത്ര കെയർഫുള്ളാണ് അവർ. പിന്നെ നമ്മൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മൈൻഡൊക്കെ റീഫ്രഷ് ആകും. നല്ല നേച്ചറിൽ ഉള്ള വോയിസുകളും ഈ പക്ഷികൾ സൗണ്ടുകളും ചീവീടും അങ്ങനെ പല പല സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വേറൊരു വൈബാണ് നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ ട്രക്കിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നേച്ചർ വാക്ക് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഈ ആനയൊക്കെ കുത്തി ഓടിച്ചിട്ടേക്കുന്നതൊക്കെ കാണാം. പ്രായമായതായിരിക്കും. ആനയ്ക്കൊക്കെ മതം പൊട്ടി വരുന്ന ആനയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ ഒറ്റക്കൊമ്പനൊക്കെ വന്ന് പിടിക്കുന്നതാണ്. ഇതൊരു വയ്യാത്ത ആന അവിടെ കിടന്ന് ചത്താണ്. ഇങ്ങനെ ചത്തപ്പോൾ അതിൻ്റെ തലയോട്ടിയും അങ്ങനെ ബാക്കി അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. തലയോട്ടിയുണ്ട്, അതിൻ്റെ കാലും അങ്ങനെ ബാക്കിയുള്ള എല്ലുകളും ഒക്കെയാണത്. പിന്നെ അവിടെ ടസ്കർ ട്രെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വേറെ നമുക്കൊരു കയറുന്നതിന് 2 മണിക്കൂർ മുന്നേ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയതാണ്. അപ്പോൾ അവിടെ ആന സഫാരിയൊക്കെ ഉണ്ട്. ആനയ്ക്കുള്ള ഫീഡ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അത് ഒരാൾക്ക് 600 രൂപയാണ്. അപ്പോൾ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പെരിയാർ റിസർവെയറിൻ്റെ അകത്തുനിന്ന് നമ്മൾ പോകുന്ന ബസ് വഴി ഒരു എൻട്രി ഉണ്ട്. പാർക്കിലോട്ടുള്ള എൻട്രി സ്ഥലത്തായിരുന്നു പുള്ളി നിന്ന്. പുള്ളി നമുക്കൊരു 400 രൂപയ്ക്ക് അത് അറേഞ്ച് ചെയ്ത് തന്ന് നമ്മളങ്ങനെ പോയതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ടസ്കർ ട്രെയിലിലേക്ക് അവിടെ നിന്ന് മാറിയാൽ മതി. ഗൂഗിൾ മാപ്പ് വല്ലതും വെച്ച് പോയാൽ മതി. അല്ലെങ്കിൽ തോമസ് എന്ന് പറഞ്ഞ പുള്ളി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അത് പിടിയാനിയായിരുന്നു.
ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 100 മീറ്ററിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയ നടപ്പേ ഉള്ളൂ. പിന്നെ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു ചെങ്ങാടം പോലത്തെ ഒരു സംഭവം മുള കൊണ്ടുണ്ടാക്കി, അതിൻ്റെ അകത്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ കെട്ടിപ്പൊക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ കൈകാലത്തിന് നിർത്തിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ശരിക്കും ഒരു കയറ് വഴി വലിച്ചപ്പുറത്തോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പോകണം. പിന്നെ അവിടെ 2-3 കൊമ്പുകളൊക്കെ ആ പോകുന്ന വഴിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊമ്പെന്ന് പറയുന്നത് ഒരു മാനിൻ്റെ ആയിരുന്നു. അപ്പം പിന്നെ ഒരു കാട്ടുപോത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം മാനിനെയൊക്കെ സംബന്ധിച്ച് അവർ മീറ്റിങ്ങിൻ്റെ സമയത്ത്, മീറ്റിങ്ങിന് മുന്നേ അവർ കൊമ്പ് വളർത്തും. അപ്പം മെയിൽ ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പ് വളർത്തുന്നത്. അപ്പം ഇവർക്ക് കൊമ്പിൻ്റെ നീളം അനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേനും ഈ മെയിൽ ഈ കൊമ്പ് പൊഴിച്ചിടും. അപ്പോൾ ആ കൊമ്പ് പൊഴിച്ചിടുന്നത് അവിടെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഇതിനു മുന്നേ കണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ കമ്പം പോകുന്ന വഴിക്ക് ഉള്ള ഒരു മറ്റേ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന മറ്റേ പൈപ്പ് ലൈനിൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പം പിന്നെ നമ്മൾ ഈ മാനിൻ്റെ കൊമ്പിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ റീലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു മാനിൻ്റെ കൊമ്പും ഈ പറഞ്ഞ പോലെയുള്ള ഒരു പോത്തിൻ്റെ കൊമ്പും. പിന്നെ ഈ ആനയുടെ അസ്ഥികൂടത്തിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ആനയുടെ പല്ലും ഉണ്ടായിരുന്നു. ആനയുടെ പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ എന്താ പറയുക, വലിയൊരു കല്ലും കഷ്ണം എടുക്കുന്ന പോലെ അമ്മാതിരി വെയിറ്റാണ് ആ പല്ല്. അതുപോലെ കരിങ്കല്ലിൻ്റെ ഒരു ചെറിയ പീസ് നമ്മുടെ കയ്യിലെടുക്കാവുന്ന ഒരു സൈസ് എടുക്കുന്ന പോലെ ഇരിക്കും. ഭയങ്കര കനമാണ് അത്. ഒരു ഫുള്ളി അതങ്ങനെ കരിങ്കല്ല് പോലെ ഒരു കല്ല് രൂപത്തിൽ ഇരിക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഒരെണ്ണം തന്നെ നമ്മൾ മറ്റേ വെയിറ്റ് എടുക്കുന്ന കട്ടിയില്ലേ, അതുപോലെ ഇരിക്കും. വെള്ള കളറിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അത് ദ്രവിച്ച് പോയായിരുന്നു. അപ്പോഴെങ്കിലും കട്ട പോലെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്ക് പോയാലും ഇത് കാണാൻ പറ്റും. കാരണം ഞാൻ പോയേക്കുന്നത് 16-ാം തീയതിയാണ്. 16 സെപ്റ്റംബർ 2024. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയാണെങ്കിലും ഒരു വർഷം 6 മാസത്തിനുള്ളിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. കാരണം അത് ഓൾറെഡി ദ്രവിച്ച് എല്ലായിട്ട് കിടക്കുവാണ്. എല്ല് പെട്ടെന്ന് ദ്രവിക്കത്തില്ലായിരിക്കാം. പിന്നെ മഴയൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഓൾറെഡി മഴയൊക്കെ വന്ന് അങ്ങനെ സെറ്റായിട്ട് കിടക്കുവാണ്. ബാക്കി ഇനി എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല മരമൊക്കെ വീഴുവാണെങ്കിൽ കാലക്രമത്തിൽ അത് അവിടെ നിന്ന് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. വേറെ ആരും വന്ന് മാറ്റുന്നതല്ല, എന്തെങ്കിലുമൊക്കെ വന്ന് അങ്ങനെയൊക്കെ എല്ലാം മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ജീവികളൊക്കെ എടുത്തുകൊണ്ട് പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മിസ്സായി പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെല്ലുന്നതായിരിക്കും നല്ലത്. ഇത് സിംഹവാലൻ കുരങ്ങാണ്. അത് അതിൻ്റെ വാലിന് നീട്ടവും സിംഹത്തിൻ്റെ കൂട്ടുള്ള അതിൻ്റെ ആ രോമങ്ങളും ഒക്കെയാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ നേച്ചർ വോക്ക് നമുക്ക് ജീവിതത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അവിടെ വേറെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീപ്പ് റെൻറ്റിന് എടുത്തിട്ട് ഓഫ് റോഡിങ് പോലെ ചേട്ടന്മാർ നമ്മളെ കൊണ്ടുപോകും. 2000 രൂപ 1500 പാക്കേജുകളിൽ അവിടെ ഉണ്ട്. മിനിമം 4 പേരോ 6 പേരോ 8 പേരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു 4 പേരെങ്കിലും ഇല്ലാതെ 5 പേരില്ലെങ്കിൽ നമുക്കത് മുതലാവത്തില്ല. പിന്നെ നമ്മളെ ഒരു 3-4 മലകളിലൊക്കെ കൊണ്ടുപോയി സ്പോട്ടുകളിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് ഒരു ഹാഫ് ഡേ എടുത്ത് കൊണ്ടുവിടുന്നു. അതും എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിലും നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ നടന്നു പോയി ഇതൊക്കെ കണ്ടും കേട്ടും പോകുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ജീവികളെയൊക്കെ കാണുന്ന ലക്ക് വേസ് ആണ്. നമ്മളീ കണ്ട അമ്മയും കുഞ്ഞിനെയും മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ ഇതൊരു പോത്ത് കുത്തി വരഞ്ഞ പാടാണ് ഒരു മരത്തേൽ. പിന്നെ ആനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വലിയ ആനകളൊക്കെ വന്നിട്ട് മരമൊക്കെയാണ് ഇടിച്ച് മറിക്കുന്നത്, അവർക്ക് ദേഷ്യമൊക്കെ തീർക്കാനായിട്ട്. പിന്നെ അവിടെ ഒത്തിരി സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനകളെ വയ്ക്കുന്ന ആനമയ്ക്കും ആനകൾ കൊമ്പെടുത്ത് കുത്തുമ്പം അവർക്ക് ഒരു മാതിരി കിക്ക് പോലെയാവും. ഇതൊരു മഹാഗണിയാണ്, സർപ്പത്തിൻ്റെ രൂപമുള്ളൊരു മഹാഗണി. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. എടുക്കാൻ പാകത്തിനുള്ള വലിയ സൈസുള്ള മരങ്ങളൊക്കെ ഉണ്ട്.